ഹിക്മത്ത്, നാളത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘാടന തിരക്കിലാണ് നിങ്ങൾ മലയാളികൾ, അവിടെയുള്ള പ്രവാസി സമൂഹം എന്നറിയാം. എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ്? മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. പ്രവാസികൾ എങ്ങനെ ഈ ഈ ഈ ഒരു കൂടിക്കാഴ്ചയെ, മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നു? എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ, താല്പര്യമില്ലായ്മയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്ത് പറയും ഹിക്മത്ത്? ശരത്ത്, വലിയ അത്യാഹ്ലാദത്തിലാണ് കുവൈത്ത് പ്രവാസികൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നേരത്തെ നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് കുവൈത്തിന്റെ ഒരു പ്രവാസ ചരിത്രത്തിൽ 98-ൽ സഖാവ് ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഒരു മുഖ്യമന്ത്രി കുവൈത്ത് സന്ദർശിച്ചിരുന്നത്. അതിനുശേഷം ഏകദേശം 27-28 വർഷത്തിന് ശേഷമാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പ്രവാസികളെ കാണുന്നതിനും അവരോട് സംവദിക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. വലിയ വലിയ സന്തോഷത്തിലും വലിയ ആവേശത്തിലുമാണ് കുവൈത്ത് പ്രവാസികൾ ഇപ്പോൾ ഉള്ളത്. കുവൈത്ത് പ്രവാസികളെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയന്റെ സന്ദർശനം വലിയ ആവേശവും ആഹ്ലാദവും അതേപോലെ തന്നെ പ്രതീക്ഷയും നൽകുന്നതാണ് ഓരോ ഘട്ടത്തിലും. അത് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്ന സമയത്തും അതുപോലെ അതിലപ്പുറമാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വരുന്നത്. വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, മുഖ്യമന്ത്രി എല്ലാ സമയത്തും പറയുന്നത് പോലെ എന്താണോ പറയുന്നത് അത് മാത്രമേ നടപ്പാക്കുന്നതാണ് പറയുന്നതാണ് നടപ്പാക്കുന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് സത്യത്തിൽ വലിയ തോതിൽ ഏറ്റവും കൂടുതൽ ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ആളുകൾ പ്രവാസികളാണ്. കാരണം ലോകമറിയുന്ന മനുഷ്യരാണ്, നേരിട്ട് വളരെ അനുഭവത്തിലൂടെ. അപ്പോൾ ഈ വെറും വാക്കും വാഗ്ദാനവും അതിനപ്പുറം പറയുന്നത് ചെയ്യുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വേഗം മനസ്സിലാകുന്ന ആളുകളാണ് പ്രവാസി സമൂഹം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് പരിപാടിയുടെ വലിയ വിജയം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് കൂടുതൽ അതിലും വലിയ പരിപാടിയായി മാറുന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കാണാൻ കുവൈറ്റിൽ മലയാളികളല്ലാത്ത പ്രവാസികളും ഒക്കെ എത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരർത്ഥത്തിൽ ചെറിയൊരു ആശങ്ക അത് തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കുവൈത്തിലെ ആകെ 5 ലക്ഷത്തോളം വരുന്ന മലയാളികൾ, അതിലൊരു വലിയ ജനവിഭാഗം ഒഴുകിയെത്തും എന്നുള്ള പ്രതീക്ഷയും അതോടൊപ്പം ഇത്തരം ആളുകളെയൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ പാകത്തിൽ കഴിയോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അത്രയും വലിയ പ്രതീക്ഷയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയും കുവൈത്തും ഒക്കെ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കുറെ കൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം മാറിക്കഴിഞ്ഞു. ഇന്ന് ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള സർക്കാർ തല പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അതിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, പ്രവാസികളുടെ തന്നെ അംബാസഡറായ MA യൂസഫ് അലിയും ആ ചർച്ചയുടെയും ആ കൂടിക്കാഴ്ചയുടെയും ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല, കുറച്ച് സമയത്തിനകം, അരമണിക്കൂറിനകം അദ്ദേഹം കുവൈത്തിലെ പ്രധാനപ്പെട്ട സംഘടനാ സാരഥികളുമായും പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. നാളെ വൈകുന്നേരം കുവൈത്ത് സമയം 5 മണിക്കാണ് അദ്ദേഹം കുവൈത്ത് മലയാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മലയാളികൾ മാത്രമല്ല, പക്ഷെ ശരത്ത് പറഞ്ഞ പോലെ മലയാളി സമൂഹത്തിനപ്പുറമുള്ള ആളുകളുടെ സാന്നിധ്യവും, പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം ഉൾപ്പെടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു വലിയ പ്രതീക്ഷയിലാണ് കുവൈത്തിലെ പ്രവാസി സമൂഹം. അത് എക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, കുവൈത്തിലെ 60ഓളം വരുന്ന മലയാളി സംഘടനകൾ ഒന്നിച്ചാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകാൻ വേണ്ടി പോകുന്നത്. അവരുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകമായി കുവൈത്തിനകത്ത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് ആവേശകരം കൂടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി 60ഓളം വരുന്ന മലയാളി സംഘടനകൾ ചേർന്ന് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ കേരളത്തെ സ്വീകരിക്കാൻ, കേരളത്തിന്റെ ഒരു സർക്കാരിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. ഹിക്മത്ത് ആ തിരക്കുകൾക്കിടയിലാണ്. നന്ദി ശ്രീ ഹിക്മത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്.